السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ബഹുമാന്യനായ അധ്യക്ഷൻ മുസ്തഫ സാഹിബ്, ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥി ആദരണീയനായ MP ശ്രീ ഹൈബി ഈഡൻ, KNM സംസ്ഥാന ട്രഷറർ നൂർ മുഹമ്മദ് നൂർ ഷാ, ദാറുൽ ഇഹ്സാൻ ഹിഫ്ള് കോളേജിൻ്റെ പ്രിൻസിപ്പൽ, മറ്റ് അധ്യാപകന്മാർ, ഇന്ന് സനദ് സ്വീകരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ ആദ്യമേ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഈ സമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. എന്നും മനുഷ്യൻ ആവശ്യപ്പെടുന്നത് വെളിച്ചമാണ്. വെളിച്ചം നഷ്ടപ്പെട്ടാൽ അവൻ ഇരുട്ടിലാണ്. ഇരുട്ട് പല വിധത്തിലാണ് മനുഷ്യന് അനുഭവപ്പെടുന്നത്. വിശ്വാസപരമായ ഇരുട്ട്, ധാർമ്മികമായ ഇരുട്ട്, സാംസ്കാരികമായ ഇരുട്ട്, അങ്ങനെ ജീവിതത്തിലെ നിഖില മേഖലകളെയും ഇരുട്ട് പിടികൂടുമ്പോൾ ആ മേഖലകളെ മുഴുവൻ പ്രകാശമാനമാക്കണം. ആ ഘട്ടത്തിലാണ് മനുഷ്യൻ വെളിച്ചം തേടി നടക്കുന്നത്. ഡയോജനീസിനെ സംബന്ധിച്ച് പണ്ട് വായിച്ചത് ഓർക്കുകയാണ്. പകൽ സമയത്ത് സൂര്യപ്രകാശത്തിൽ അദ്ദേഹം ഒരു ചെറിയ തിരിയും കത്തിച്ച് കൈപിടിച്ചുകൊണ്ട് നടന്നു പോകുന്നു. എവിടേക്കാണ് നിങ്ങൾ ഈ പകൽ സമയത്ത് ഈ തിരി കൊളുത്തിക്കൊണ്ട് നടന്നു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഈ ലോകം മുഴുവൻ ഇരുട്ടിലാണ്, ഈ ഇരുട്ടിൽ ഒരു വെളിച്ചം കാണണം, ഞാൻ ആ വെളിച്ചം തേടിക്കൊണ്ട് ആ വെളിച്ചം അന്വേഷിച്ച് ആ വെളിച്ചം കണ്ടെത്തി ആ വെളിച്ചം പ്രസരിപ്പിക്കുവാനാണ് പരിശ്രമിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇങ്ങനെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ ലോകം മുഴുവൻ ഇരുട്ടിലാണ്ട് കിടക്കുന്ന ഒരു സമയത്താണ് ഒരു വെളിച്ചത്തിൻ്റെ കൈത്തിരിയുമായി അഖിലാണ്ട പ്രപഞ്ചങ്ങളുടെ സൃഷ്ടാവായ രക്ഷിതാവായ ദൈവം തമ്പുരാൻ അവൻ്റെ സന്ദേശമായ പ്രകാശവുമായി അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. അത് പുതിയ ഒരു വെളിച്ചവുമായിട്ടല്ല അദ്ദേഹം ലോകത്തേക്ക് കടന്നു വന്നത്. ഭൂമുഖത്തേക്ക് നിയോഗിക്കപ്പെട്ട ഒന്നാമത്തെ മനുഷ്യൻ
അദ്ദേഹത്തിൻ്റെ മക്കളും പൗത്രന്മാരും ഉൾക്കൊള്ളുന്ന ആ പ്രഥമ മനുഷ്യ സമൂഹം, ആ സമൂഹത്തിന് വെളിച്ചം പകർന്നു കൊടുത്തത് ദൈവത്തിങ്കൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ആ ദിവ്യ വെളിച്ചം കൊണ്ടായിരുന്നു. പിന്നീട് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടത് ഈ ദിവ്യ വെളിച്ചം മാനവതയ്ക്ക് നൽകുന്നതിനു വേണ്ടിയാണ്. ആ പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് അന്തിമ പ്രവാചകരായ മുഹമ്മദ് നബി. പ്രവാചകന്മാർക്ക് കാലാകാലങ്ങളിൽ വേദഗ്രന്ഥങ്ങളും മറ്റു ദിവ്യ സന്ദേശങ്ങളും അവതരിച്ചു കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ ഖുർആനിനു മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ബൈബിൾ എന്ന് പറയുന്ന ഇഞ്ചീലാണെങ്കിലും, തോറ എന്ന് പറയുന്ന തൗറാത്താണെങ്കിലും, സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന ദാവൂദ് നബിയുടെ സബൂറാണെങ്കിലും, ഇബ്രാഹിം നബിയുടെ സുഹഫ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള ആ വേദങ്ങളാകട്ടെ, നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒട്ടനവധി വേദഗ്രന്ഥങ്ങൾ കാലാകാലങ്ങളിലായി മാനവതയ്ക്ക് വെളിച്ചം പകരുന്നതിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവതീർണമായ വേദഗ്രന്ഥങ്ങൾ പലതും നശിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്, പലതും കൈകടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്, പലതും ഇന്ന് ലഭ്യമല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് ആദിമ മനുഷ്യൻ തൊട്ട് ഭൂമുഖത്തേക്ക് അവതരിപ്പിച്ചു കൊണ്ടിരുന്ന ആ സകല വേദങ്ങളുടെയും അന്തിമവും സമ്പൂർണവുമായ അവസാന രൂപമാണ് അന്തിമ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ. അതല്ലാതെ അത് പ്രത്യേകിച്ചൊരു പ്രത്യേക സമുദായത്തിന് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതല്ല, ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതല്ല, ഒരു പ്രത്യേക സമുദായത്തിനോ വർഗത്തിനോ വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതല്ല. ആ പ്രവാചകന്റെ കാലം മുതൽ ലോകാവസാനം വരെ ഭൂമുഖത്ത് ജീവിക്കുന്ന സകലമാന മനുഷ്യർക്കും സ്വീകരിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദേശമാണ് അത് ഉൾക്കൊള്ളുന്നത്. അത് എല്ലാ തരത്തിലുള്ള വൈജാത്യങ്ങൾക്കും വേർതിരിവുകൾക്കും അതീതമായി മനുഷ്യനെ ഒന്നായി കാണുന്ന യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിരിക്കുന്നത്. വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങൾ വിവിധ കുടുംബങ്ങളായി, ഗോത്രങ്ങളായി, വർഗങ്ങളായി വേർതിരിഞ്ഞിട്ടുള്ളത് പരസ്പരം അറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരിക്കപ്പെടുന്നവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ധർമ്മനിഷ്ഠ കാത്തു സൂക്ഷിക്കുന്നവനാണ്. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് ഒരു മനുഷ്യൻ ഉന്നതനാവുന്നത് എന്നർത്ഥം. കുടുംബത്തിൻ്റെ പേരിലോ വർഗത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ല, നേരെ മറിച്ച് നിങ്ങളൊക്കെ ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്. ആ മാതാപിതാക്കളുടെ മക്കൾ എന്ന നിലക്ക് നിങ്ങൾ ഏകോദര സഹോദരന്മാരാണ് എന്ന ഒരൊറ്റ സമുദായം. വഅന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ, നിങ്ങൾ ഒരേക സമുദായമാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് എന്ന ആ തത്വമാണ് പരിശുദ്ധ ഖുർആനും അന്തിമ പ്രവാചകനും ലോകത്തോട് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ഒരു കുടുംബത്തിനായി, ഒരു സംഘടനക്കായി, ഒരു സമുദായത്തിനായി, ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കായി, ഒരു പ്രത്യേക ജനവിഭാഗത്തിനായി അവതരിപ്പിക്കപ്പെട്ട സന്ദേശമല്ല ഖുർആൻ. ആരാണ് ആ ഖുർആൻ പാരായണം ചെയ്യുന്നത്? ആരാണ് ആ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് ആ ഖുർആനിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്? ആർക്കാണ് ആ ഖുർആനിൻ്റെ വെളിച്ചം ആവശ്യമുള്ളത്? തീർച്ചയായും അവർക്കതിൻ്റെ വെളിച്ചം ലഭിക്കുക തന്നെ ചെയ്യും. ഈ ഒരു മഹത്തായ സന്ദേശമാണ് ലോകത്തോട് ഒന്നടങ്കം നമുക്ക് വിളിച്ചു പറയുവാനുള്ളത്. ആ പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്യുന്നത് പുണ്യമാണ്, അത് മനഃപ്പാഠമാക്കുന്നത് പുണ്യമാണ്, അത് പഠിക്കുന്നതും ജീവിതത്തിൽ പകർത്തുന്നതും മനുഷ്യന്റെ ജീവിതത്തിന് അനുപേക്ഷണീയമാണ്. ഇവിടെ ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ ഈ പിഞ്ചു മക്കൾ, അവർ പരിശുദ്ധ ഖുർആൻ ചെറുപ്രായത്തിൽ തന്നെ ഓതുകയും മനഃപ്പാഠമാക്കുകയും ചെയ്ത് ആ ഖുർആനിൻ്റെ 30 ജുസും അവർ ഹൃദിസ്ഥമാക്കിയിരിക്കുന്നു. ഈ പാരായണം ചെയ്യുന്ന ഓരോ അക്ഷരത്തിനും പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഖുർആൻ ഒരാവർത്തി തെറ്റുകൂടാതെ ഒരാൾ ഓതി തീർത്താൽ അയാൾക്ക് 32 ലക്ഷം പ്രതിഫലമാണ് ലഭിക്കുന്നത്.
32 ലക്ഷം നന്മ ചെയ്ത പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുന്നത്. എന്നാൽ ആ പാരായണം ചെയ്ത പുണ്യത്തിനു പുറമെ ഇത് മനഃപ്പാഠമാക്കിയാൽ അയാൾക്ക് ലഭിക്കുന്ന പുണ്യം പരലോകത്ത് വെച്ച് ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ആളുകളോട് സൃഷ്ടാവായ അള്ളാഹു പറയുന്നത് ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിലു ഫിദ്ദുനിയ ഫഇന്ന മൻസിലതക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹാ. നീ ഓതിക്കോ, ഖുർആൻ എങ്ങനെ നീ ദുനിയാവിൽ വെച്ച് ഓതിയിരുന്നു അതുപോലെ സാവകാശം ഓതി സ്വർഗത്തിലെ ഉയരങ്ങളിലേക്ക് കയറിക്കോ. ഈ സ്വർഗത്തിൽ നിനക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥാനം, നിന്റെ ഫ്ലാറ്റ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഓതി ഓതി അവസാനത്തായത്തോതുമ്പോൾ നീ എവിടെയാണോ എത്തിയിരിക്കുന്നത് അവിടെയാണ് നിനക്കുള്ള സ്ഥാനം. അത്രയും ഉന്നതമായ സ്ഥാനമാണ് ലഭിക്കുക എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന നേട്ടവും അതേപോലെ തന്നെ അതിൻ്റെ മഹത്വവും വിശദീകരിച്ചുകൊണ്ട് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരുപാട് വചനങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന, പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന, അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സദസ്സിലേക്ക് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്നും അവൻ്റെ കാരുണ്യവും അവൻ്റെ സമാധാനവും, അത് സമാധാനത്തിൻ്റെ ദൂതന്മാരും കാരുണ്യത്തിൻ്റെ ദൂതന്മാരും അവരെ വന്ന് ആവരണം ചെയ്യുമെന്നും അള്ളാഹു അവൻ്റെ അടുക്കലുള്ള മുഖറബീങ്ങളായ മലക്കുകളോട് ഈ ആളുകളെ സംബന്ധിച്ച് പറയുമെന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ നിലക്ക് ഖുർആൻ ഓതുന്നതും അത് മനഃപ്പാഠമാക്കുന്നതും അത് പഠിക്കുന്നതും സർവോപരി ആ ഖുർആനിൻ്റെ വെളിച്ചം ജീവിതത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ വെളിച്ചത്തിൽ ജീവിച്ച് മരിച്ചുപോയി ആ വെളിച്ചത്തോടെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അതിമഹത്തായ സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ന് സനത് വാങ്ങുന്ന ഈ 4 മക്കൾ മഹാഭാഗ്യവാന്മാരാണ്. അഹ്ലുൽ ഖുർആൻ എന്ന് അള്ളാഹു വിശേഷിപ്പിക്കുന്ന അവൻ്റെ ആളുകൾ, അവൻ്റെ ഖുർആനിൻ്റെ ആളുകൾ, അഹ്ലുല്ലാഹ് അള്ളാഹുവിൻ്റെ ആളുകൾ, അഹ്ലുൽ ഖുർആൻ ഖുർആനിൻ്റെ ആളുകളാണ്. ആ ഖുർആനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധം ഖുർആനുമായിട്ടാണ്. അതോതിയും അത് മനഃപ്പാഠമാക്കിയും അതിനെപ്പറ്റി ചിന്തിച്ചും അത് പഠിച്ചും അത് നടപ്പിൽ വരുത്തിയും അങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മുടെ ഈ പഠിച്ച ഈ മക്കൾക്ക് അതിനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചത് കൈവിടാതെ അവർക്ക് നിലനിർത്താൻ സാധിക്കട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പ്രത്യേകമായി അവരെ ഉണർത്താനുള്ളത്. ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളത് ശ്രദ്ധിച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാനൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. 90കളിൽ നടന്ന 10-22 വയസ്സ് പ്രായമുള്ള ഒരു ഡിഗ്രിയും PGയും ഒക്കെ എടുത്ത ഒരു ഇന്തോനേഷ്യക്കാരനായ ചെറുപ്പക്കാരൻ യൂസുഫ് മൻസൂർ എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. ബിസിനസ്സിൽ അയാൾ പൊളിഞ്ഞുപോയി, കുറേ കടബാധ്യതകൾ വന്നു. അങ്ങനെ 1996 അയാൾ ജയിലിൽ പ്രവേശിപ്പിക്കപ്പെടുകയാണ്. പിന്നെ ജയിലിൽ നിന്ന് മോചിതനായി വീണ്ടും അയാൾ 98 ഇതേപോലുള്ള കുറ്റത്തിന്, സാമ്പത്തികമായ കുറ്റത്തിന് അയാൾ ജയിലിൽ അടക്കപ്പെടുകയാണ്. ആ ജയിലിൽ അടക്കപ്പെട്ട സന്ദർഭത്തിൽ അയാൾക്ക് ചില ചിന്തകളുണ്ടായി. ആ ജയിലിൽ കിടക്കുന്ന സമയം അയാൾ ഖുർആൻ മനഃപ്പാഠമാക്കാൻ തുടങ്ങി. അയാൾ ചിന്തിക്കാനും പഠിക്കാനും തുടങ്ങി. അങ്ങനെ ഖുർആനിലെ കുറേ ഭാഗങ്ങൾ അയാൾ ഹൃദിസ്ഥമാക്കി. തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് സ്വന്തം പിതാവിനോട് പറഞ്ഞു, ഉപ്പ, ഞാൻ ഇതാ ഇത്ര മാസം കൊണ്ട് ഇത്ര ഖുർആൻ മനഃപ്പാഠമാക്കിയെന്ന്. എങ്കിൽ ഞാൻ നിന്നെ വീണ്ടും ജയിലിലടക്കുകയാണ്. 30 മാസം നീ ജയിലിൽ കഴിച്ചുകൂട്ടിയാൽ ഖുർആൻ 30 ജുസും നീ മനഃപ്പാഠമാക്കുമല്ലോ എന്നായിരുന്നു ആ പിതാവിൻ്റെ മറുപടി. പക്ഷെ ആ ചെറുപ്പക്കാരന് കിട്ടിയിട്ടുള്ള പ്രചോദനം അവിടെ നിന്ന് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും അയാൾ അതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. അയാളുടെ വീട്ടിൽ തുടങ്ങി ഏതാനും ആളുകൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള പരിശീലനം. അതൊരു വീടല്ല, ഒരുപാട് വീടുകൾ അതിന് തയ്യാറായി. 100 കുട്ടികൾക്ക്, 100 ആളുകൾക്ക്
അത് ഇന്ന് നമ്മൾ മദ്രസയിൽ നമ്മുടെ ദാറുൽ ഇഹ്സാനിൽ പഠിപ്പിക്കുന്നത് പോലുള്ള ചെറുപ്രായത്തിലുള്ള കുട്ടികളല്ല. 80 വയസ്സായ കുട്ടിയും 70 വയസ്സായ കുട്ടിയും 50 വയസ്സായ കുട്ടിയും 20 വയസ്സായ കുട്ടിയും 10 വയസ്സായ കുട്ടിയുമൊക്കെ ആ തഹ്ഫീദുൽ ഖുർആനിൽ ചേർന്ന് പഠിക്കുന്ന 300 മർക്കസുകളാണ്. 100 വീതം ആളുകൾ പഠിക്കുന്ന 300 മർക്കസുകളാണ് സ്ഥാപിച്ചത്. 3 ലക്ഷം വിദ്യാർത്ഥികൾ, 3 ലക്ഷം മനുഷ്യന്മാർ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന രീതി. അദ്ദേഹം ഒരു വലിയ ജനസ്വാധീനമുള്ള ആളായിരുന്നു. സിനിമാ രംഗത്തുണ്ടായിരുന്നു. ഈ ഖുർആൻ രംഗത്തേക്ക് വരുന്നതിന് മുമ്പ് മീഡിയ രംഗത്ത് വളരെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ മീഡിയ ഫോക്കസ് എങ്ങനെ കിട്ടണമെന്ന് അയാൾക്കറിയാം. അയാളുടെ സിനിമ ആദ്യകാലത്ത് അതിൽ നിന്ന് പിന്മാറുന്നതിനു മുമ്പ് അതുപയോഗിച്ചുകൊണ്ടും അദ്ദേഹം ചില ശ്രമങ്ങൾ നടത്തി. ഇത് പ്രചരിക്കുന്നതിനു വേണ്ടി ഒരു കല്യാണ സദസ്സ്, സൽക്കാര സദസ്സിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയാണ്. ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭക്ഷണം അവരെടുത്തു വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, 1 മിനിറ്റ്, ഇവിടെ കൂടിയ ആളുകളൊക്കെ ഖുർആനിൽ നിന്ന് ഒരായത്ത് മനഃപ്പാഠമാക്കിയിട്ടും മതി നമുക്ക് ഭക്ഷണം വിളമ്പലെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അഊദും ബിസ്മിയും ചൊല്ലിയിട്ട് യാസീൻ യാസീൻ 10 വട്ടം യാസീൻ എന്ന് പറഞ്ഞു. ആ കല്യാണ സദസ്സിൽ വന്ന മുഴുവൻ ആളുകളും യാസീൻ യാസീൻ. അത് കാണാതെ പഠിക്കാൻ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഖുർആനിലെ ഒരായത്ത് പഠിച്ചില്ലേ? വൽ ഖുർആനിൽ ഹക്കീം എന്നായാൽ 2 ആയത്തായി. ഇതിത്ര സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ആ ഒരു ബോധം വേണമെന്ന് മാത്രം. ആ പ്രചാരണമാണ് ഇന്തോനേഷ്യയിൽ വ്യാപകമായി ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കേന്ദ്രങ്ങൾ. ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വിധത്തിൽ പ്രായവ്യത്യാസമില്ലാത്ത പഠിതാക്കളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ വ്യാപിപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്കും ബാധകമാണ്. എനിക്ക് 10, 50 60 ഇനി ഒന്നിനും പറ്റില്ലെന്നൊന്നും വിചാരിക്കണ്ട. നമുക്ക് പ്രായമായവർക്കും പറ്റും, കുട്ടികൾക്കും പറ്റും. ഞാൻ ഈ കഴിഞ്ഞ മാസത്തിൽ തന്നെ 2 പരിപാടികളിൽ പങ്കെടുത്തത്. കൊച്ചുകുട്ടികൾ, 6 വയസ്സ് പ്രായമായ കുട്ടികൾ ഖുർആൻ 30 ജുസുമുള്ള ഒരു മുസ്ഹഫ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജ് നിങ്ങൾ മറിച്ചാൽ ആ കുട്ടി അവിടെ നിന്ന് ഓതിത്തരും. 6 വയസ്സ് പ്രായമുള്ള കുട്ടി. ആ തലത്തിലാണ് ഇപ്പൊ കുട്ടികൾക്ക് ഖുർആനുമായുള്ള ബന്ധം. നമ്മുടെ അൽമനാറും അൽ ഫിത്രയിലുമൊക്കെ ഖുർആൻ ഓതി പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയാണ് വളർന്നു വരുന്നത്. ആ ഒരു സംസ്കാരത്തോടുകൂടി അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ, എൻ്റെ കുട്ടിയെ ഡോക്ടറാക്കണം, അവന് സിവിൽ സർവീസിലേക്ക് വിടണം, അവന് പൈലറ്റാകണം, അതുകൊണ്ട് ഹിഫ്ള് കോളേജിലേക്ക് അയച്ചാൽ എൻ്റെ കുട്ടിയെ പിന്നെ ഒന്നിനും പറ്റില്ല. അങ്ങനെയാണ് പല രക്ഷിതാക്കളും വിചാരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളെ IAS, IFS, IPS ആക്കണമെങ്കിൽ, നിങ്ങളുടെ കുട്ടിയെ പൈലറ്റാക്കണമെങ്കിൽ, നിങ്ങളുടെ കുട്ടിയെ ഡോക്ടറോ എഞ്ചിനീയറോ ആക്കണമെങ്കിൽ, നിങ്ങളെ കുട്ടിയെ സയൻറ്റിസ്റ്റ് ശാസ്ത്രജ്ഞനാക്കണമെങ്കിൽ, നിങ്ങളെ കുട്ടിയെ നിങ്ങൾക്ക് എത്ര ഉയരങ്ങളിലേക്കും പഠിച്ചുയരാൻ നിങ്ങൾക്ക് പറഞ്ഞയക്കണമെങ്കിൽ, അതിന് കുട്ടിനെ ഹിഫ്ള് പഠിപ്പിക്കുന്നത് ഒരിക്കലും തടസ്സമാവില്ല. ഖുർആൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികളാണ്. ആ ഒരു ശീലം അവർക്കുള്ളത് കൊണ്ട് അവരുടെ ബുദ്ധിശക്തിയിലും അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള കഴിവും അവരുടെ ഗ്രാസ്പിംഗ് പവർ, അതേപോലെ തന്നെ അവരുടെ മെന്റലി പവർ, അവരുടെ മെമ്മറി പവർ, അവരുടെ ഓർമ്മശക്തി, ഇതൊക്കെ തന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇത് മനഃപ്പാഠമാക്കിയത് ആവർത്തിച്ച് മുറാജ നടത്തിക്കൊണ്ട് അതിലൂടെ തന്നെ നിലനിൽക്കുകയും അതിൻ്റെ ശേഷം ഉദ്ദേശിക്കുന്ന ഏത് വഴിക്കും പോയാൽ ഈ ഒരു വെളിച്ചത്തിലായിരിക്കും അവൻ പൈലറ്റാവുക. ഈ ഒരു വെളിച്ചത്തിലായിരിക്കും അവൻ രാജ്യഭരണം നടത്തുന്ന IAS കാരനാവുക. ഈ ഒരു ഖുർആനിക വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു നന്മ മനസ്സിൻ്റെ ഉടമയായിട്ടാണ് അവൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴും അവന് പ്രവർത്തിക്കുവാൻ കഴിയുക. നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് ദോഷം വരുന്ന ഒന്നല്ല കുട്ടികൾ ഹിഫ്ള് പഠിക്കുക എന്നത് എന്നെൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്,
നിങ്ങൾ ഇപ്പോൾ ഒരാവർത്തി ഖുർആൻ മനഃപ്പാഠമാക്കി കഴിഞ്ഞു, അത് നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്നു, ആവർത്തിച്ച് നിരന്തരം നിങ്ങൾ മുറാജ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ സാധാരണ സ്കൂളുകളിലേക്കും മാറിയാൽ, കോളേജുകളിലേക്ക് പോയാൽ, ഇനി അതൊന്നുമല്ലാത്ത മേഖലകളിൽ ചെന്നുപെട്ടാൽ, ഖുർആനുമായുള്ള ബന്ധം നിങ്ങൾ വിട്ടുപോയാൽ, എല്ലാ ദിവസവും അരമണിക്കൂർ സമയം ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം 1-2 ജുസ് നിങ്ങൾക്ക് ഓതാൻ കഴിയും. അത് ജീവിതത്തിലൊരു ശീലമാക്കി ഈ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുറാജ നടത്തുന്ന ശീലം ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷിക്കാതിരുന്നാൽ നിങ്ങൾ പഠിച്ച ഖുർആൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയും. പഠിച്ചു മറക്കുന്നത് കുറ്റകരമാണ്. ഈ പഠിച്ചത് നമുക്കൊരു വിനയായി മാറും, അത് നാം നിലനിർത്തിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളും, ചെറുപ്രായമാണ് കുട്ടികൾക്ക്, അവർക്കതിൽ ഓർമ്മയുണ്ടാവില്ല, ശ്രദ്ധയുണ്ടാവില്ല. നീ ഇന്ന് ഖുർആൻ ഓതിയോ, എത്ര പേജ് ഓതി, എത്ര ജുസ് ഓതി എന്ന് ചോദിച്ചുകൊണ്ട് സ്വയം ബോധമുണ്ടായി അവർ അത് ചെയ്യുന്നത് വരെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുകയും വേണം. ഖുർആൻ പഠിക്കാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനും അതേപോലെ തന്നെ മനഃപ്പാഠമാക്കുവാനും അത് നിലനിർത്തുവാനും അതനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹവും ആ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുവാനും നമ്മുടെ ഈ കുട്ടികൾ പ്രാപ്തരാവട്ടെ, അതിനവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.